ഇപ്പോൾ ടോവിനോ തോമസ് തന്റെ വോട്ടവകാശം വിനിയോഗിക്കുകയാണ്. വോട്ട് ചെയ്യാൻ വേണ്ടി ടോവിനോ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. തൃശൂരിൽ സിനിമാ താരം ടോവിനോ തോമസ് തൻ്റെ വോട്ടവകാശം വിനിയോഗിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. 7 ജില്ലകളിൽ തൃശൂർ മുതൽ ഇങ്ങോട്ട് കാസർഗോഡ് വരെയാണ് ഇന്ന് വിധിയെഴുത്ത്. വടക്കൻ ജില്ലകളിലെ വിധിയെഴുത്തിൽ ഈ ഉച്ചവരെ തന്നെ നല്ല മികച്ച രീതിയിലുള്ള പോളിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ടോവിനോ തോമസിനെയാണ്. ടോവിനോ വോട്ട് രേഖപ്പെടുത്തുകയാണ്. തൃശ്ശൂരിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ട്. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ടോവിനോ എന്നറിയില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വോട്ട് രേഖപ്പെടുത്താൻ വന്നപ്പോൾ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആസിഫ് അലി അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചിരുന്നു. ടോവിനോയോടും സ്വാഭാവികമായും ഈ വിഷയം ചോദിക്കുമായിരിക്കും. മറുപടി മാധ്യമങ്ങളോട് സംസാരിക്കാതെ മടങ്ങുകയാണ് ടോവിനോ തോമസ് താരമെന്നാണ് അറിയുന്നത്. രണ്ടാം ഘട്ടത്തിൽ തൃശ്ശൂരിലാണ് ടോവിനോ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പുറത്ത് ഈ വോട്ട് ചെയ്യാൻ എത്തിയ സ്കൂളിന് പുറത്ത് വെച്ച്, പോളിംഗ് സ്റ്റേഷന് പുറത്ത് വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാം എന്നുള്ളതാണ് ടോവിനോ പറയുന്ന കാര്യം. നമ്മുടെ അവകാശം മാത്രമല്ല, കടമയും കൂടെ. ഓക്കെ, നദി ആക്രമിച്ച കേസിൽ സർക്കാർ അപ്പീലിൽ പോവുകയാണെന്നാണ് പറഞ്ഞത്. നല്ല കാര്യം. അല്ലാതെ ഞാനെന്താ പറയാ, നമുക്കിതിനകത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അത്രയും പോലും ചിലപ്പോൾ എനിക്കിതിനെ അറിയില്ലായിരിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ, ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അഭിപ്രായം പറയുന്നില്ലേ? വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അത് എനിക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മളിതിൻ്റെ കേസ് ഫയലും കണ്ടിട്ടില്ല, നമ്മൾ കൃത്യം നേരിട്ട് നടക്കുന്നത് കണ്ടിട്ടില്ല. എന്നിട്ട് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും കാത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. അത്രയല്ലേ ഉള്ളൂ. ഞാനീ പറഞ്ഞത് ഇതുപോലെ തന്നെ കാണിക്കണേ, മുക്കും മൂലയും മുറിച്ചിട്ട് കാണിക്കരുത്. ടോവിനോ തോമസ് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മടങ്ങുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കൊപ്പമാണ്. കോടതി വിധിയെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്ന കാര്യം. ഇതിൽ കൂടുതൽ കുറ്റക്കാരുണ്ടെങ്കിൽ അതിനെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ടോവിനോ തോമസ് പറയുന്ന കാര്യം.